നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓ, കേട്ടില്ലമ്മ എഴുന്നള്ളിയെന്നാ തോന്നുന്നേ. സുമിമോള് വന്നെന്നാ തോന്നുന്നേ. ഇനിയിപ്പൊ തള്ളയും മോളും കൂടി കോഴിക്കോട്ടെ പായാരം പറച്ചിലായിരിക്കും. ഇനി അത് മുഴുവൻ നമ്മൾ സഹിക്കണം. ഞാൻ ഇനി അച്ഛമ്മേ, എന്നാ പിന്നെ ഞങ്ങള് അയ്യോ, നിങ്ങള് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ? വാ, വന്ന് ചായ കുടിച്ചിട്ട് പോവാ. വാ വാന്നേ. വേണ്ട അച്ഛമ്മേ, പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാ പിന്നെ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ്. ശരി ശരി മോളെ. ശരി. അതെ, എന്തായി കോഴിക്കോട് പോയിട്ടുള്ള വിശേഷങ്ങൾ മോളെ? അതൊക്കെ വലിയ കഥയാച്ചമ്മേ, ഒരുപാട് പറയാനുണ്ട്. ആണോ? നീ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ തയ്യാറാ. പറഞ്ഞ മോളെ. അവിടെ ഇരിക്കും. വാ വാ വാ. നോക്ക്, തള്ളയും മോളും കൂടെ രഹസ്യം പറച്ചിൽ തുടങ്ങി. നമ്മള് കേൾക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങള് അവൾ ആ തള്ളയോട് പറഞ്ഞു കൊടുക്കുക. അതാ അവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞത്. ചേച്ചി അങ്ങോട്ട് ചെല്ലി. ആ ചെല്ലെന്ന്. നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? യാത്ര കഴിഞ്ഞിട്ട് വന്നതല്ലേ, സുമി ഒന്ന് ഫ്രഷ് ആയിട്ട് വിശ്രമിക്കും. അതെ, എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പോ. നീ നിന്ന് താളം ചവിട്ടാതെ, നീ നിന്റെ ജോലി നോക്കാനിരാതെ. ഇത് നീ പറഞ്ഞത് തന്നെയാ കേസ്. എന്ത്? നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്നാ അവിടെ സംസാരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു. അപ്പോ നീ മഹാലക്ഷ്മിയെ കണ്ടു അല്ലേ? അതെ അച്ഛമ്മ, ഞാൻ കണ്ടു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇനിയും കോഴിക്കോട് പോകും. ഗിരിയുടെ അമ്മയെ കണ്ടെത്തുക തന്നെ ചെയ്യും. നീ ഇവിടെ ഗിരിയുടെ ഭാര്യയായിട്ട് എത്തിയതേ ഒരു ദൈവ നിയോഗമാണ് മോളെ. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ അവന്റെ സ്വന്തം അമ്മയെ കണ്ടെത്താൻ പറ്റുമായിരുന്നില്ലല്ലോ മോളെ. എനിക്കും കാണണം മഹാലക്ഷ്മിയെ. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാൻ ചെയ്യും. അതുവരെ ഈ കാര്യങ്ങളൊന്നും ഇവിടെ ആരും അറിയാൻ പാടില്ല. എല്ലാം രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ മഹാലക്ഷ്മി അമ്മയുടെ ജീവൻ പോലും അപകടത്തിലായിന്ന് വരും. അവള് പറയുന്നത് മുഴുവൻ ആ മഹാലക്ഷ്മി അമ്മയുടെ കഥകൾ തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കയ്യിലോട്ട് തന്നെ ഇത് തിരിച്ചു തരുവാണോ ശാരദാമ്മേ? ഇതിവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ ശാന്തേ? ആരും പണയത്തിനെടുക്കാനില്ലെന്നും പറഞ്ഞ് വിഷ്ണുമോൻ തിരിച്ചേൽപ്പിച്ചതാ. നമ്മൾ ഉദ്ദേശിച്ച പണം കിട്ടണമെങ്കിൽ അത് തരാൻ കെൽപ്പുള്ള 2 പേരേ ഉള്ളൂ ഈ നാട്ടില്. ഒരാള് ബാലേന്ദ്രനാ, രണ്ടാമത്തെ ആള് സത്യാമ്മയും. ഒരു മടിയുണ്ടായിരുന്നെങ്കിലും സത്യാമ്മയുടെ അടുത്ത് പോയി നോക്കി വിഷ്ണു. നടന്നില്ല. വേറെയും പലയിടത്തും നോക്കി, എല്ലാരും വില ഇടിക്കുക. 50,000 കൂടുതൽ തരാനില്ലെന്ന് അവരൊക്കെ പറയുന്നത്. അത് കിട്ടിയിട്ട് നമുക്ക് എന്താവാനാ ശാന്തേ? ശാന്തയുടെ വീടിന്റെ ആധാരം കൂടെ വെറുതെ പണയത്തിലാവൂന്നല്ലാതെ. എന്നെ കൊണ്ടും ഒരു ഉപകാരം ഉണ്ടായില്ലെന്ന് സാരം.
അങ്ങനെ അല്ല ശാന്തേ. ഒരു ഉപാധിയില്ലാതെ സ്വന്തം കിടപ്പാടത്തിന്റെ ആധാരം എടുത്ത് തരാനുള്ള ആ മനസ്സിന് 100 കോടി രൂപ എടുത്തു വെച്ചാലും ഒപ്പാവില്ല. 50,000 ആണെങ്കിലും ഇത് പണയം വെച്ച് വാങ്ങിച്ചിരുന്നെങ്കിൽ മെമ്പർ ഷീലാറാണി അവധി പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ആ പാൽക്കാരന്റെയും പച്ചക്കറിക്കാരന്റെയും പലവ്യഞ്ജന കടക്കാരന്റെയും ഒക്കെ കണക്ക് തീർക്കായിരുന്നു നമുക്ക്. അതുകൊണ്ട് എന്താവാനാ? മൂക്കോളം മുങ്ങി. ഇനി ബാക്കി നോക്കിയിട്ട് എന്തിനാ? ബാലേന്ദ്രൻ പറഞ്ഞ അവധി നാളെ അവസാനിക്കുക. മറ്റന്നാള് രാവിലെ അവിടെ ഒരു ഇറച്ചിക്കടയുടെ ബോർഡ് വരും. ആടുമാടുകളുടെയും പക്ഷികളുടെയും കരച്ചിൽ കേട്ട് ഉറങ്ങാൻ പറ്റുമോ? കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് തൊലയ്ക്കേണ്ടി വരും ഈ ഭൂമിയും കൂടി. അന്ന് തീർക്കാം എല്ലാ കണക്കും. അതിനുവേണ്ടി ശാന്തയുടെ ഭൂമി കൂടി ഇനി പണയത്തിലാക്കണ്ട. ഏതെങ്കിലും ബാറുകാരന്റെ ലോക്കറിൽ ഇരിക്കാനാവും എന്റെ ആധാരത്തിന്റെ വിധി. ഓരോന്നിനും ഓരോ വിധിയുണ്ട് ശാന്തെ. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭൂമിക്കും വൃക്ഷങ്ങൾക്കും ആകാശത്തിനും ഒക്കെ അതുണ്ട്. ഇന്നലെ വരെ ചന്ദനത്തിന്റെയും കർപ്പൂരത്തിന്റെയും മണത്തില് പ്രാർത്ഥനാ മന്ത്രവുമായി നിന്ന കുടുംബശ്രീയുടെ ഭൂമിയില് ഒരു ദിവസം കൂടി കഴിഞ്ഞ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജീവന് വേണ്ടിയുള്ള കരച്ചിലുയരും. അവരുടെ കണ്ണീര് കൂടി ചേർന്ന ചുടുചോര ഈ മണ്ണിലൂടെ ഒഴുകും. അപ്പോഴും ഭൂമി കറങ്ങും, സൂര്യൻ ഉദിക്കും അസ്തമിക്കും. മറ്റൊന്നിനും ഒരു മാറ്റവും ഉണ്ടാവില്ല. വിധി. അതിന്ന് രക്ഷപ്പെടാൻ ആർക്കും ഒന്നിനും ആവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ നീ എന്നെ തല്ലിയതെന്ന് സ്വാഭാവികമായി നാട്ടുകാർ ചോദിക്കും. അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു ശാരിക രാത്രി വീഡിയോ കോൾ വിളിച്ചതിനാണെന്ന്. ഞാൻ അവളെ ഇനിയും വിളിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവള് വാങ്ങിച്ച കാച്ചിങ് തിരിച്ചു തന്നേക്ക്. അവന്റെ പുഴുത്ത നാവ് പിന്നീട് അനങ്ങാത്ത വിധം വലിച്ചു പുറത്തിട്ടനെ വിഷ്ണു. പക്ഷേ കടം വീട്ടേണ്ട ബാധ്യതയുണ്ടല്ലോ എന്നുള്ള ചിന്ത. പിന്നെ അന്ന് ഇയാള് പറഞ്ഞില്ലേ, ഒരു പെണ്ണും കുഞ്ഞും അവർക്ക് ആരും ഇല്ലാതായി പോവും. സത്യഭാമയുടെ പിൻബലമില്ലാത്ത വിഷ്ണു ലോക്കപ്പിലേക്കോ ജയിലിലേക്കോ പോയാ ഇയാളും പാറുക്കുട്ടി എവിടെ പോയിട്ടാ താമസിക്കുക? വിഷ്ണുട്ടാ, ഇപ്പൊ തന്റെ കുടിയിറക്കലും ഭീഷണികൾ ആ കുടുംബശ്രീ വീട്ടിലേക്കോ? ഇനിയിപ്പോ അഥവാ അങ്ങനെ ചെയ്താൽ അമ്മയുടെ മുമ്പിൽ തോറ്റുപോയില്ല ഞാൻ. ഇല്ലേ? അതുകൊണ്ട് എല്ലാം ഉള്ളിലടക്കേണ്ടി വന്നു. പിന്നെ ഞാൻ പോയത് കുടുംബശ്രീ ഹോട്ടലിലേക്കാ. ഇവരുടെ പണം കൊടുത്ത് വീട്ടണ ശാരദാമ്മേ, ഹോട്ടൽ തുറന്നാലും ഇല്ലെങ്കിലും പണം എന്ന് കൊടുക്കുന്നതിനെ പറ്റി ശാരദാമ്മയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇവര് കേസിന് പോവുകയോ നാളെ ഇവിടെ വന്ന് ബഹളം വയ്ക്കുകയോ ചെയ്താൽ ദേ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണെന്ന് ഓർക്കണം. പറഞ്ഞ അവധിക്കുള്ളിൽ പണം തന്നിരിക്കും. അതെന്താണെന്ന് ചോദിക്കും മെമ്പറേ. നാളെ എന്റെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം ഇരിപ്പുണ്ട്. അത് പണയം വെച്ച ഇവരുടെയൊക്കെ കടം വീട്ടാൻ മാത്രമല്ല, ബാലചന്ദ്രന്റെ കടം വീട്ടി ഈ ഹോട്ടലിന്റെ ആധാരം കൂടി തിരിച്ചെടുക്കാനുള്ള പണം കിട്ടും. പാൽക്കാരനും പച്ചക്കറിക്കടക്കാരനും ഒക്കെ മുന്നിൽ ശാരദാമ്മ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ വലിയൊരു അവധി പറയാൻ തോന്നിയില്ല എനിക്ക്. അവധി പറഞ്ഞത് സത്യഭാമയുടെ മകനാണല്ലോ എന്നുള്ള ധൈര്യത്തിൽ അവരങ്ങോട്ട് മടങ്ങി. ആ ആധാരമായിട്ടാ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ടോ ആ അമ്മ എന്നെ വീണ്ടും തോപ്പിച്ചു. കുടുംബശ്രീ ഹോട്ടലിൽ പൂട്ടി കിടക്കുന്നു. കടം കൊടുത്ത് വീട്ടാന്ന് പറഞ്ഞ അവധി നാളെ കഴിയാ.
സത്യഭാമയില്ലാത്ത വിഷ്ണു ഒരു വട്ട പൂജയാണെന്ന് നാളെ സൂര്യാസ്തമനത്തോടെ ആൾക്കാർ പറഞ്ഞു വരും. ശാരിക പറഞ്ഞതുപോലെ കുടുംബശ്രീ ഹോട്ടലിൽ ശരിക്കും നാദല്ലാതാവും. ശാലിനി, നമ്മളെടുത്ത തീരുമാനം തെറ്റിപ്പോയാ? താൻ ഓർക്കുന്നില്ല എന്ന് അമ്മ പറഞ്ഞ വാക്കുകള്? എടാ, ഈ സത്യഭാമയുടെ പേര് പറഞ്ഞ എവിടെയും വീടും ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടും നിനക്ക്. വിഷ്ണു ഇനി ജീവിക്കുന്നത് ഈ സത്യഭാമയുടെ മകനായിട്ടല്ല, സത്യഭാമയേക്കാൾ വലുതാവും വിഷ്ണു. നീ പാടുപെടും വിഷ്ണു. വിഷ്ണു സത്യമ്മയുടെ മുന്നിൽ തോറ്റുപോയി അല്ലേടോ? വിഷ്ണുട്ട ഒരിക്കലുമില്ല. വിഷ്ണുട്ടൻ തോൽക്കില്ല. നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ, അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ, ശാലിനി അണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെ വിശുദ്ധിയിൽ ഇന്ന് തന്നെ നമുക്ക് മുന്നിൽ ഒരു വഴി തെളിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലത്. എത്രയും വേഗത അറിയിച്ചേ തീരൂ. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അർച്ചന വാ. അച്ഛൻ എനിക്ക് കുഞ്ഞുവാവ ഉണ്ടാവുമ്പോ എനിക്ക് തരുവോ? എന്തിനാ? വാവയുടെ കൂടെ കളിക്കാൻ. പിന്നെ ഞാനൊരു പേര് പറയട്ടെ വാവയ്ക്ക്? ആ പറയേ. സച്ചേട്ടൻ എല്ലാരും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. മോള് പേര് പറഞ്ഞില്ലല്ലോ. അതോ അച്ചുകുട്ടി, അച്ചു ആന്റിയുടെ കുട്ടി അച്ചുകുട്ടി. ഈ ആള് കൊള്ളാലോ, നല്ല പേരാട്ടോ. താങ്ക് യു. ഇരിക്കെ, എന്നാ ഇരിക്കെ. എന്താ ശശി, എന്താ പറയാനുണ്ടെന്ന് ആതിര പറഞ്ഞത്? അച്ഛനും എല്ലാവരും ക്ഷമിക്കണം. അച്ഛൻ വെറുതെ ടെൻഷനാവരുത്. നീ കാര്യം എന്താണെന്ന് പറയേ. നിങ്ങളെല്ലാവരും കരുതിയ പോലെ അച്ചു കൺസീവ് ആയതല്ല. രാവിലെ ഏതോ മിക്സഡ് ജ്യൂസ് കഴിച്ചതിന്റെ കുഴപ്പം കൊണ്ട് ഛർദ്ദിച്ചതാ. ഭക്ഷണമൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ ജ്യൂസ് കുടിച്ചപ്പോ ഗ്യാസ്ട്രിക് ആയതാ. ഈശ്വരന്റെ ലീലാവിലാസങ്ങൾ ഇങ്ങനെയാ. സന്തോഷത്തിന്റെ കൊടുമുടിയെ കൊണ്ടു നിർത്തിയിട്ട് പെട്ടെന്ന് സങ്കടത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടും. സാരമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ലൈഫ് അല്ലേ? ക്ലൈമാക്സ് കാലയ്ക്ക് ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ആശിച്ചു പോയി മോളെ. സാരമില്ല. മോൾ എന്താ ഇത് നേരത്തെ പറയാറുന്നത്? അത് അനുപേട്ട അപ്പോഴത്തെ അവസ്ഥയില് പോട്ടെ മോളെ, എല്ലാവർക്കും ചില അബദ്ധങ്ങൾ പറ്റും. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞു ജനിക്കുന്നതിനേക്കാൾ ഉപരി
മോളിലൂടെ സമാധാനത്തോടും സന്തോഷത്തോടും കഴിയുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതിപ്പരം സന്തോഷം വേറെ ഇല്ല. സേതു ആഗ്രഹിച്ചതുപോലെ ഒരു പേരക്കുട്ടിയെ കൊടുക്കാനുള്ള ഭാഗ്യം എന്റെ മോക്കുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഞങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ട മോനെ, നമ്മളിപ്പോ പറഞ്ഞ ഒന്നും അവൾ കേൾക്കില്ല. അവൾ പ്രാർത്ഥിച്ചോട്ടെ. അല്ല ലച്ചു, സച്ചു, ഡോക്ടർ കൈ അനങ്ങുന്നു. അമ്മു, അമ്മു, കണ്ണു തുറക്കൂ. അമ്മു, അമ്മു, ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരൂ. അമ്മു കണ്ണു തുറക്ക്. അമ്മു, ലച്ചു, അങ്ങളെ പോളെ, ലച്ചു, ലച്ചു കണ്ണു തുറക്ക്. ലച്ചു, ലച്ചു കണ്ണു തുറക്ക്. ലച്ചു, ലച്ചു കണ്ണു തുറക്ക്. ലച്ചു, ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ലച്ചു, ലച്ചു പോളെ. ഓ അമ്മേ മഹാമായേ. പോളെ അമ്മു, എഴുന്നേക്ക്. മക്കളെ, ദൈവമേ പ്രവേട്ടൻ. എന്താ പ്രവേട്ട? ദൈവം നമ്മളെ കൈ വിട്ടിട്ടില്ല ദിനേശ. എന്റെ ദൈവമേ, ട്രീറ്റ്മെന്റ് ഫലം കണ്ടു. സ്വാതി ക്രിട്ടിക്കൽ സ്റ്റേജ് മറികടന്നു. ഈ വാക്ക് തന്നെ പ്രവേട്ട ഞാൻ പ്രതീക്ഷിച്ചത്. ദേവിക്ക് കണ്ണടച്ചു കളയാനാവില്ല. അതെ ദിനേശ, ഇനി നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഡോക്ടർ ഉറപ്പ് തന്നു. ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ അവള് കണ്ണു തുറക്കും. സഞ്ജു ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ കാറിലാകും. അവന്റെ പ്രാർത്ഥന ദേവി കേട്ടു. ദിനേശൻ എല്ലാവരോടും വിവരം പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോളെ, നീ ആരാണ്? സാക്ഷാൽ മഹാലക്ഷ്മിയല്ലേ നീ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരമ്മയ്ക്ക് ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ട് ജീവിക്കുന്ന രണ്ട് പെൺമക്കളാണുള്ളതെങ്കിലോ ആ മക്കൾ തമ്മിലുള്ള സ്നേഹം അമ്മയെ സ്വാർത്ഥയാക്കൂ. ചേച്ചിക്ക് സുഖമില്ലാതെ വരുമ്പോ ചേച്ചിയെ നോക്കാനായി അനിയത്തി കൂടെ നിന്ന അമ്മയ്ക്ക് അതൊരു ആശ്വാസമല്ലേ ഉണ്ടാവുക? ആ പെണ്ണിന്റെ അമ്മ ഞാനല്ല പ്രഭേ. പക്ഷെ നമ്മുടെ മോൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. മരിച്ചുപോയ എന്റെ അമ്മ മോളായി ഞാനും അവളെ കാണാൻ തുടങ്ങി. അത്
ഭംഗി വാക്കായിട്ട് പറയുന്നതല്ല. ഒരു അച്ഛന്റെ മനസ്സിനെ തട്ടി ഉണർത്താൻ അവൾക്ക് കഴിഞ്ഞോണ്ടാ. അമ്മ അവൻ പ്രസവിക്കണമെന്നില്ല. പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയും ആവില്ല. ശ്രീദേവി അമ്മൂനെ മകളായിട്ട് കാണുന്നത് അതുകൊണ്ടാ. നിനക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? നമുക്കൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണ് നിനക്ക് മരുമകൾ മാത്രമായിരിക്കും. മറ്റൊരച്ഛനും അമ്മയ്ക്കും ജനിച്ചവളെന്ന രീതിയിലാണ് നീ അവളെ കാണുക. കാരണം നീയല്ല അവളെ പ്രസവിച്ചത്. അമ്മൂനൊരു മകളുടെ സ്ഥാനം കൊടുക്കാൻ മനസ്സ് വന്നാൽ അവിടെ തീരാവുന്നേ ഉള്ളൂ മുഴുവൻ പ്രശ്നങ്ങൾ. അന്നേരം ശ്രീകുട്ടിയും അമ്മുവും തമ്മിലുള്ള അടുപ്പം നിന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. രണ്ടാളുടെ അമ്മ എന്ന നിലയിൽ നീ വലുതാകത്തേ ഉള്ളൂ. വേണ്ട, എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നതെന്ന്. ഒരാൾ എത്രമാത്രം ചുരുങ്ങാൻ ശ്രമിക്കുമ്പോൾ അയാൾ അത്രമാത്രം ഒറ്റപ്പെട്ടു പോകും. ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴാ അവരുടെ ലോകം വലുതാവുന്നത്. 2 തവണയാ അമ്മു ശ്രീകുട്ടിക്ക് തുണയാവുന്നത്. എങ്ങനെയാ ശ്രീകുട്ടിയുടെ സർജറി നടന്നതെന്ന് നിനക്കറിയാം. ഇന്ന് സംഭവിച്ചതോ അവള് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചിട്ടാ ബാത്റൂമിൽ നിന്ന് പോയിസൺ ബോട്ടിൽ കണ്ടെത്തിയത്. 2 തവണ നിന്റെ മോളെ നിനക്ക് അവള് തിരിച്ചു തന്നു. എന്നിട്ടും നിന്റെ കണ്ണ് തുറന്നില്ലെങ്കിൽ ദൈവം വിചാരിച്ചാലും ഇനി അത് സംഭവിക്കാൻ പോകുന്നില്ല. വാക്കായി വേണ്ട, നീ ചെറുതായി പോവും. നിന്നിൽ നിന്നും ഒരു നല്ല നോട്ടമെങ്കിലും അവളുടെ നേരെ ഉണ്ടായോ? നമ്മളെ മകളെ ഓർത്തെങ്കിലും. എന്താ കാഞ്ചരി നിനക്കിതിന് കഴിയാതെ പോയത്? ഒരാൾ ഇല്ലാതായി പോകാൻ ആഗ്രഹിച്ചു പോയാ ആ വെറുപ്പ് അവരുടെ മനസ്സിൽ വീഴുന്ന വിഷോ അത് അവരെ തന്നെ കാർന്നു തിന്നും. വെറുക്കപ്പെടുന്ന ആൾക്കൊന്നും സംഭവിക്കില്ല, അവര് ജീവിക്കും. വെറുപ്പുമായി നടക്കുന്നവരെ അതിൽ തന്നെ കെട്ടടങ്ങും. ഉള്ളിന്റെ ഉള്ളിലെ പ്രഭാചന്ദ്രന്റെ മനസ്സിലെ നീ ഇപ്പോഴും ഉള്ളതുകൊണ്ട് പറഞ്ഞു പോയതാ. നിനക്കത് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, ചില മാരണങ്ങൾ അങ്ങനെയാ. എത്ര ശക്തിയിൽ ചവിട്ടി തെറിപ്പിച്ചാലും കാലിൽ ചുറ്റിപ്പിടിച്ച് അങ്ങനെ തന്നെ കിടക്കും. നല്ലൊരു ചടങ്ങ് തുടങ്ങാൻ പോകുമ്പോഴെങ്കിലും പുലഭ്യം പറയുന്നതൊന്നും നിർത്ത പ്രഭാവതി. തിരുമുൽപ്പാടിന്റെ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് ഇവിടെ ചിലർക്ക് അഹങ്കാരങ്ങൾ കൂടിയിട്ടുണ്ടാവും. പാട്ടുകച്ചേരി പോലുള്ള പതിവ് കലാപരിപാടികളൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക് സുശീലേച്ചി. പാട്ടും തുള്ളലൊക്കെ വിവാഹത്തിനുണ്ടാവും, അത് മതി. കേട്ടല്ലോ, വധൂവരന്മാരുടെ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, വിഘ്നങ്ങളൊന്നും വരാതിരിക്കാനുള്ള പൂജ ചെയ്യുക,
പ്രസാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിതരണം ചെയ്യാം. പ്രതാപൻ പറഞ്ഞതുപോലെ കൂടുതൽ കലാപരിപാടികളൊന്നും വേണ്ട. അതെ, ഞങ്ങൾക്കൊരു ഔദാര്യം ചെയ്യുന്നു എന്നുള്ള തോന്നലൊന്നും ഇവിടെ ആർക്കും വേണ്ട. തിരുമുൽപ്പാടിന് കൊടുക്കാൻ വെച്ച ദക്ഷിണ പണത്തിന്റെ പകുതി എടുത്ത് നിനക്ക് ഞങ്ങളങ്ങ് തരും. ഔദാര്യം തന്നെയാണ് പ്രഭാവതി. ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ പോയി വിളിച്ചപ്പോഴേ ഒരു മുടക്കവും പറയാതെ പാർവതി വന്നില്ലേ? അത് അവളുടെ ഔദാര്യം തന്നെയാ. ദക്ഷിണപ്പണം മോഹിച്ചു വന്നതാണെന്ന് തോന്നുന്നെങ്കിലേ പാർവതി ഈ പൂജ ചെയ്യുന്നില്ല. അച്ഛമ്മേ, ആ ദക്ഷിണപ്പണം ജാസ്മിന് കൊടുത്തിട്ടേ അവളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ പറയുന്ന പ്രമാണമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കണ്ടതേ ലക്ഷണക്കേട് തന്നെയാണ്. ഈ വിവാഹം നടക്കാൻ പാടുണ്ടോന്ന കാര്യത്തിലേ എനിക്ക് നല്ല സംശയമുണ്ട്. വിളക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. തടസ്സം നീക്കാൻ പൂജ ചെയ്തിട്ട് അത് മൊത്തം കുളമായിപ്പോയി. ദേട്ടാ, ഈ കിളമി ഉടക്കുണ്ടാക്കിയ പ്രശ്നോ. എല്ലാരും ഇതിൽ നിന്ന് പിന്മാറും. വിശാല് പോലും പിന്മാറും. ഏട്ടൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. അച്ഛമ്മേ, ഒരു മിനിറ്റ്. നിങ്ങളെയൊക്കെ എത്ര എളുപ്പത്തിലാണ് ഈ പാർവതി പറ്റിക്കുന്നത്? ഇത് അങ്കിൾ കൊണ്ടുവച്ച നാളികേരമൊന്നും അല്ല. അതൊക്കെ ആരും അറിയാതെ ഇവിടെ എടുത്ത് മാറ്റി. ഇത് ഇവള് തന്നെ കൊണ്ടുവച്ച നാളികേരോ? ഞാനോ? എന്താ, പാർവതി കൊണ്ടുവച്ചതാണെന്നോ? അതെ അങ്കിൾ, ഈ വിവാഹം നടക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ഇവളെന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷേ ഇവളുടെ മനസ്സിൽ ഇതായിരുന്നുവെന്ന് എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. ജാസ്മിൻ, ഇതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് നീ നിന്റെ ചേട്ടന് പറഞ്ഞു കൊടുത്തേക്ക്. പാർവതിയെ ഞങ്ങൾക്കൊക്കെ നന്നായി അറിയാം. നിനക്ക് എന്തറിയാമെന്ന് നീ പറയുന്നേ? മിണ്ടാ പൂജയെ പോലെ നടന്നിട്ട് ഇവളിവിടെ എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഞങ്ങള് പ്ലാൻ ചെയ്ത ഒരു ചടങ്ങും ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല. അതൊക്കെ താനെ മുടങ്ങിപ്പോയതാണെന്ന് വിശ്വസിക്കാൻ നിന്നെ പോലെ ഞങ്ങള് വിഡ്ഢികളല്ല. ഞാനിവളെ പൂജയ്ക്ക് വിളിക്കാൻ ചെന്നപ്പോ രാധികയുമായി ചേർന്ന് എന്തൊക്കെയോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്ലാനിംഗ് കഴിഞ്ഞ് രാധിക നൈസായിട്ട് മുങ്ങി. ഇല്ലെങ്കിൽ രാധിക ഇവിടെ കാണേണ്ടതല്ലേ?
നാളികേരം ഉടച്ചതോടെ പൂജ അവസാനിച്ചില്ലല്ലോ. പൂജ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ലക്ഷണക്കേടാണോ, സ്വാമിജിയെ പോയി കാണണോ, വിവാഹം ഒഴിവാക്കണോ എന്നൊക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ. സർ, സർ വാ, നമുക്ക് ആശുപത്രി പോവാം. വാ. ഒന്നും വേണ്ട ശ്യാമേ, നിന്നെ കണ്ടപ്പോ തന്നെ എന്റെ വേദനയൊക്കെ കുറഞ്ഞു. സർ വാ, ഇരിക്ക്. ഇരിക്ക്. കണ്ണനും ഇതുപോലെ മയിൽപ്പീലി കൊണ്ട് മുറിവിൽ തലോടി, പിന്നെ മഞ്ഞ പട്ടുചുറ്റി. അതേത് കണ്ണനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടായി. എന്താ സർ? അല്ല, കൈ പൊള്ളിച്ചിട്ടാണെങ്കിലും തന്റെ കൈ കൊണ്ട് എന്റെ കൈ തഴുകിത്തരാൻ പറ്റിയല്ലോ. ഞാൻ ആ കണ്ണനെ കുറിച്ച് ആലോചിക്കുന്നത്. കാട്ടുവഴിയിലൂടെ അവൻ എന്നെ കൊണ്ടുപോയി. വിശന്നപ്പോ അവൻ അവലെടുത്തു തന്നു. അവലോ? കാട്ടില് ഓടക്കുഴലിന്റെ ശബ്ദമൊക്കെ കേട്ട് ഞങ്ങള് അവല് കഴിച്ചു. വനഭോജനമെന്നാ അവൻ പറഞ്ഞത്. വനഭോജനോ? കാട്ടിൽ വെച്ച് ഒരു ആക്രമണം ഉണ്ടായി. നിന്റെ പേര് മന്ത്രിച്ചിട്ട് ആക്രമണത്തെ നേരിടാൻ കണ്ണനാ പറഞ്ഞ. അവസാനം ആ മരത്തിന്റെ ചുവട്ടിലെ ബിംബത്തിനടുത്തെത്തിച്ചു. അവിടെ മഞ്ചാടിക്കുരയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് എന്നോട് ഉറപ്പോടെ അവൻ പറഞ്ഞു, നീ തിരികെ വീട്ടിലെത്തി കഴിഞ്ഞു. മയിൽപ്പീലി, മഞ്ഞപ്പട്ട്, ഓടക്കുഴൽ, വനഭോജനം, മഞ്ചാടിക്കുരു, കണ്ണൻ. സർ, എന്താ ശ്യാമേ? ആ കണ്ണൻ ഏത് കണ്ണനാന്നറിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഈ കണ്ണനാണെന്ന് വിശ്വസിക്കാനാ തോന്നുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നിമിഷം മരിക്കേണ്ടി വന്നാലും പൂർണ്ണ തൃപ്തിയോടുകൂടി തന്നെ ഞാൻ മരിക്കും. എന്താടോ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കുന്നേ? സാറിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? അമ്പലത്തിൽ വെച്ച് കണ്ട കള്ളക്കണ്ണനും ഇതുപോലെ എന്നോട് പറഞ്ഞു, ഭാര്യയെ ഇത്രയും സ്നേഹിക്കുന്ന ആള് വേറെ ഉണ്ടാവില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്നറിയാലോ? അറിയാം. എന്നാലും സാർ ഒന്നുകൂടി പറയോ?
അതൊക്കെ കേട്ടിട്ടും മതിയാവുന്നില്ല. കണ്ണനോട് പറഞ്ഞ മറുപടി ഒന്നുകൂടെ പറയോ? ശ്യാമയെ പോലൊരു ഭാര്യയാണ് ഒരാൾക്കുള്ളതെങ്കിൽ ആ ഭാര്യയെ ആരും ജീവന തുല്യ സ്നേഹിക്കുന്നു. എടോ, ഞാനൊരു ഒരു സംഭവമല്ല, ഒരു ഒന്നൊന്നര സംഭവം. ആണോ? പിന്നല്ലാതെ. എന്നിട്ട് ആ സംഭവത്തിന് സാറ് സമ്മാനമായിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്താ? 1-2 ഉടുപ്പുകൾ, കുറച്ച് ഫാൻസി സാധനങ്ങളും. ഞാൻ കരുതിയത് എന്താ കരുതിയത്? ഒരു അടിപൊളി ഡയമണ്ട് മാലയെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നു വിചാരിച്ചു. മോശമായിപ്പോയി. എടോ, താൻ അത്ര ആഭരണങ്ങളൊന്നും ധരിക്കാറില്ലല്ലോ. സാർ, ഞാൻ വെറുതെ പറഞ്ഞതാ. സാർ, ഞാൻ തമാശക്ക് പറഞ്ഞതാ, അത് വിട്ടേക്ക്. അല്ലല്ല, തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് മനസ്സിലായി. അയ്യോ സാർ, അല്ല അല്ലേ അല്ല. സാറിനറിയില്ലേ, ഞാനിതൊക്കെ വെറുതെ സാറിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. സാർ ഒരു മുട്ടുസൂചി സമ്മാനമായി തന്നാ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിധിയെക്കാളും വലുതാ. പക്ഷേ താനങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സാർ, അത് താനൊന്ന് കണ്ണടച്ചേ. കണ്ണടയ്ക്ക്. തുറന്നോട്ടെ? തുറന്നോളൂ. തനിക്ക് തന്നെയാ. എന്താണ്? ഞാനിതൊക്കെ സ്വപ്നം കാണുകയാണോ? സാർ എനിക്ക് വേണ്ടി ഇതൊക്കെ കരുതിയിരുന്നോ? ഒരു സാധനം തരുമ്പോ കരയാണോ? ചിരിക്കണോ? സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക. ഈ മാല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ ജീവിത അവസാനം വരെ ഇത് സൂക്ഷിക്കും. ഞാൻ ഒരിക്കലും ഇത്തരം സ്വർണവും വജ്രമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ കിട്ടിയ ഈ മാല ഇത് ആഗ്രഹിച്ച് കിട്ടിയതായിട്ട് തന്നെ ഞാൻ കരുതും. സാർ ഒരു വലിയ ആളാ. വലിയ ആളാവാൻ പോകുന്നത് താനാടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാത്രി ഏതെങ്കിലും സമയത്ത് അദ്ദേഹം പുറത്തു പോയോ? കുറച്ചു നേരത്തേക്കെങ്കിലും? ഇല്ലില്ല, കട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇനി ഗണേശ് മാമൻ ഉറങ്ങോ മറ്റോ ചെയ്തോ? കൊള്ളാം, ഇന്നലെ ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. അതിന്റെ ക്ഷീണം ദേ ഇപ്പോഴും എന്റെ മുഖത്തുണ്ട്. ഇല്ല, ഇത് കള്ളോ, പച്ച കള്ളോ പറയുന്നത്. ഞാൻ കണ്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഗണേഷ് മാമൻ വെറുതെ കള്ളം പറയരുത്. മോളെ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ആരെങ്കിലും പിടിച്ച് സത്യം ചെയ്യണോ? ഞാൻ സത്യം ചെയ്യാം. വേണ്ട, സത്യമൊന്നും ചെയ്യണ്ട. ഗണേശൻ കള്ളം പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അല്ല, അതിരിക്കട്ടെ, എല്ലാവരും കൂടി എന്റെ അടുത്തേക്ക് വന്ന എന്തിനാ? ഒന്നുമില്ല, ഗണേശ മാമൻ പോയിക്കോ. പാലു,
ഈശ്വര, എത്ര വലിയ പാപമാണ് ഞാൻ ചെയ്തത്. എന്താ മൂർത്തിയേട്ടാ? പറയാം. അതെ, താൻ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായമാ? പറയാം. ഈ രാത്രി മുതൽ നാളെ നേരം വെളുക്കുന്നത് വരെ നീ എനിക്ക് കൂട്ടായി എന്റെ മുറിയിലുണ്ടായിരുന്നു. എന്താ മൂർത്തിയേട്ടാ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. സുധാമണിയോ ബാലുവോ ആ വീട്ടിലുള്ള മറ്റാരെങ്കിലുമോ ചോദിക്കും, ഇന്ന് രാത്രി നീ എവിടെയായിരുന്നു? അപ്പൊ നീ എന്തു പറയും? ഞാൻ എന്റെ വീട്ടിലായിരുന്നു മൂർത്തിയേട്ടാ. നീ എന്റെ കൂടെ ആയിരുന്നു. എന്നെ അറിയാലോ, എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് അറിയാലോ, കൊണ്ടും കൊടുത്തും മറപ്പ് മാറിയവനാണെന്ന് അറിയാലോ. ഞാൻ പറയുന്നത് പോലെ നീ അവരോട് പറയണം. ഇല്ലെങ്കിൽ നിന്റെ മോനെ നീ ജീവനോടെ കാണില്ല. നീ കള്ളം പറയാത്തവനാണ്. നിന്നെ കോളനിയിൽ എല്ലാവർക്കും വിശ്വാസം. അതുകൊണ്ടാ നിന്നെ തന്നെ ഞാൻ പിടിച്ചത്. ഞാൻ പറയുന്നത് പോലെ നീ അവരോട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകനെ ഉൾപ്പെടെ കുടുംബം മുഴുവൻ ഞാൻ തീർക്കും. മനസ്സിലായോ? ഞാൻ പറയാം. അതാണ് മിടുക്കൻ. എന്താ പറഞ്ഞ പോലെ വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലേ മേഡത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ക്ലൈമാക്സോ? ഓ, ഒന്നും അറിയാത്ത പോലെ. നിങ്ങളുടെ പ്രേമനാടകത്തിന്റെ പെണ്ണെ, രാവിലെ എന്റെ വായൊന്നും കേൾക്കരുത് കേട്ടോ. പ്രേമനാടകം പോലെ. എന്ത് പ്രേമനാടകം? പിന്നെ ഇത് പ്രേമനാടകം അല്ലാതെ പിന്നെ എന്തോന്നാ? ദേശീയ നേതാവ് ഈ വീട്ടിലേക്ക് വരുന്നു, ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു, പങ്ക്യാമനായിട്ട് കീരിയും പാമ്പും പോലാവുന്നു, ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നു. അപ്പൊ അത് നാടകമല്ലായിരുന്നോ? അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കെട്ടിപ്പോയതാണ്. ഇതന്നെ അമ്പിളിക്ക് കല്യാണം കഴിച്ചപ്പോ ഞാനും പറഞ്ഞേ, അല്ല കല്യാണം കഴിച്ചില്ല, ഞങ്ങൾ ഒളിച്ചോടി വന്നപ്പോ ഞാനും പറഞ്ഞത് ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. എന്തായാലേ കൊള്ളാട്ടോ. അതെ, മേഡം ഇവിടുത്തെ ഒരാളാവുന്നു എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ പണ്ടേ കുറച്ച് ബഹുമാനം കൂടുതൽ തന്നേ. അതെ, പുട്ടിഷ്ടാണോ? ഇന്നിവിടെ പുട്ടാ. നീ എന്തിനാ ചിരിക്കണേ? എനിക്ക് അറിഞ്ഞോട് എനിക്ക് ചിരി വരുവാ. അമ്മ രാവിലെ വന്ന് അടുക്കള കയറിയോ? ആരോടാ അമ്മ? എന്നോടാണോ? നിന്നോടല്ല എടി, എന്നോടാണ്. അടുക്കള കയറാൻ വേണ്ടി കയറിയൊന്നുമല്ല, അതുവഴി കൂടെ പോയപ്പോ ഇവിടെ നിൽക്കുന്ന കണ്ടോണ്ട് ഇങ്ങോട്ടൊന്ന് വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ വെറുതെ വന്ന അടുക്കളയിലൊന്നും കയറാൻ പറ്റത്തില്ല. അടുക്കള കയറണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് വേണം വരാൻ. മേഡം ഞങ്ങളോടൊക്കെ പറഞ്ഞ അതേ ഡയലോഗ്. എനിക്ക് രാവിലെ കുളിക്കാനൊന്നും പറ്റത്തില്ല. അത് പറഞ്ഞാൽ പറ്റൂല. ഇവിടെ കയറണമെങ്കിൽ കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റത്തില്ലെന്നേ. അതെന്താ നിനക്ക് പറ്റാത്തത്? എനിക്ക് നീർക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ തുമ്മും. അത് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇവിടുത്തെ അടുക്കള കയറണമെന്നുണ്ടെങ്കിൽ കുളിക്കാൻ തന്നെ വേണം. ഞാൻ ഇവിടെ കേറുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? അമ്മേ, ഇനിയിപ്പോ എന്റെ പേരിൽ വാശിയും വഴക്കൊന്നും വേണ്ട. മേഡത്തിന് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്തോട്ടെ. നീ ആരാ അതൊക്കെ പറയാനായിട്ട്? ഈ വീട്ടിലെ കാരണത്തി ആരടി? അമ്മ. അപ്പൊ അമ്മ പറയുന്നത് കേട്ടാ മതി. അതെ, ഞാൻ എപ്പോ കുളിക്കണം വേണം തീരുമാനിക്കുന്ന ഇവരാണോ? അല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല രാവിലെ കുളിക്കാൻ. ഞാൻ കൂടെ കേറുന്നില്ല, പ്രശ്നം തീർന്നില്ല നിങ്ങളുടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. എന്റെ അമ്മേ, ഇപ്പൊ തൽക്കാലം ഇത് വിട്ടുകളാ. വഴക്കുണ്ടാക്കാനാണെങ്കിലേ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. അത് മാത്രല്ല, അമ്മക്ക് ഞങ്ങളോടൊന്നും വഴക്കുണ്ടാക്കുന്ന പോരാഞ്ഞിട്ടാണോ? ഷാഹിന എന്റെ വാലിരിക്കുന്നൊന്നും കേക്കരുത് നീ കേട്ടോ. അമ്മ വേണമെങ്കിലേ എന്നോട് വഴക്കുണ്ടാക്കിക്കോ. പക്ഷെ ഒരു മിനിറ്റേ.
മാഡം ഇതാ ചായ. ഞാൻ ചായ ഒന്നും കുടിക്കത്തില്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? അയ്യോ ഇത് മാഡത്തിനല്ല, പങ്ക്യാമനാ. കൊണ്ടുപോയി കൊടുക്ക. പങ്ക്യാമൻ ഇതിനു മുമ്പ് എങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നത്? എണീക്കും, ഇവിടെ വരും, ചായ കുടിക്കും. അപ്പൊ ഇന്നെന്താ പ്രത്യേകത? ഇന്ന് പങ്ക്യാമന്റെ ഭാര്യ ഉണ്ടല്ലോ, കൊടുക്ക്. അതെ, രാവിലെ കുളിച്ച് സെറ്റ് സാരി കൊടുത്ത് നെറ്റി കുറിയും തൊട്ട് ഇതുപോലെ ചായക്കപ്പ് കൊണ്ട് ഭർത്താവിന്റെ മുന്നിൽ കൊണ്ട് കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. ഓരോ ആചാരങ്ങളുമായിട്ട് വന്നേക്കുന്നു. അമ്മ എന്താന്നും പറയാഞ്ഞേ? പേടിച്ചു പോയല്ലേ? അതെ, ഞങ്ങള് ബാക്കി 3 മരുമക്കള് പോലല്ല കേട്ടോ, ഇത് വേറെ ഇനം. എന്തെങ്കിലും തിരിച്ചു പറയാൻ പോയാലേ പോസ്റ്റർ ആക്കി കളയും. ഇവിടെ പോസ്റ്റർ ആക്കാൻ ഇങ്ങോട്ട് വരട്ടെ, അഹങ്കാരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.